എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ചെടികളൊക്കെ നല്ല കണ്ട് അടിപൊളിയായിട്ടിരിക്കുക. അവർക്ക് സന്തോഷമാണ്. പക്ഷേ ഈ ചെറി കുറച്ചൊന്ന് ചാഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിക്കിപ്പോൾ സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് രാവിലെ 6 മണി കാണുന്നത് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ ഉണ്ട് അമ്മച്ചി രാവിലെ മുറ്റം തൂക്കുന്നത്. മഴ പെയ്ത് കിടന്നതുകൊണ്ട് പൊടിയില്ലാതെ മുറ്റം തൂക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തിന് ശേഷം രാവിലെ എണീറ്റ് മുറ്റത്തൂടെ നടന്നപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. ഇനി എന്തിനാ രാവിലെ എണീറ്റെന്നല്ലേ, അമ്പലത്തിൽ പോകാൻ വേണ്ടിയാ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് എണീക്കത്തോളായിരുന്നു. ജാനി തലേന്ന് രാത്രി പറഞ്ഞത് കൂടെ വരുന്നെന്നാ, പക്ഷെ വിളിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ വരുന്നോ ഇല്ലയോ എന്ന്. ജാനി അമ്പലത്തിൽ പോകാൻ വരുന്നോ? വരുന്നില്ലേ? ഇല്ലയോ? ജാനി ഇപ്പൊ 1-2 ആഴ്ചയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞി കട്ടില്ല മാറ്റി കിടത്തിയേക്കുവാ കേട്ടോ. ഇപ്പം തന്നെ 5 വയസ്സായി. ഇച്ചിരി നേരത്തെ മാറ്റി കിടത്തണ്ടായിരുന്നു. എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ അപ്പുറത്തെ ബെഡിൽ തന്നെ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് മാറ്റി കിടത്തിയൊക്കെ ശീലിപ്പിക്കണം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പക്ഷെ രാവിലത്തെ കുളിരൊക്കെ കണ്ട് ഇപ്പം വിയർത്തൊഴുകുന്നുണ്ട്. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ ചൂട്. പിന്നെ വേണ്ട എൻ്റെ ഇരിക്കുന്ന ഈ മെഷീനും ഇതിനകത്തിരുന്ന് ഗുളികയുണ്ടല്ലോ, അതില്ലാതെ എനിക്കൊരു ജീവിതമില്ല. എൻ്റെ ഒരു രാവിലെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇതിലൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ മെഷീനെ ഒരു നാണോ ഇല്ലാതെ വിളിക്കാതെ കയറി വരും. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി വിളക്കൊക്കെ കത്തിച്ച് ദാണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പൂവും കൂളത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പോയി ഒരുങ്ങാന്ന് വിചാരിച്ചു. രാവിലെ കുളിച്ചേൻ്റെ രാവിലെ തുമ്മല് തുടങ്ങി. ഞാനേട്ടാ റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി പുട്ടൂടെ ഉണ്ടാക്കിയിട്ട് റെഡിയാകുന്നു പറഞ്ഞു. ഇനി വന്നിട്ട് അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്ക് താമസിച്ചാലോ, അതുകൊണ്ട് അന്നേരം വന്നിട്ടും കഴിച്ചാൽ മതിയായിരുന്നു. പിന്നെ അച്ചായും ജാനിയും ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു അമ്മച്ചി. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ അച്ഛാ രാവിലത്തെ ചായ കുടിയും കഴിഞ്ഞ് പത്രം വായനയിലായിരുന്നു. ഞാനും അമ്മച്ചിയും കൂടെ ആദ്യം പോയത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ പോയി കൃഷ്ണനെ കണ്ട് തൊഴുതിറങ്ങിയിട്ട് ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ച്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് നമ്മുടെ ഓച്ചിറ അമ്പലത്തില്. ഓച്ചിറ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ തൊഴുതിറങ്ങാൻ ഇച്ചിരി സമയം എടുക്കും. നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ പതുക്കെ നടന്ന് പോയി തൊഴുത് നമുക്ക് നല്ല സമാധാനമായിട്ട് വരാം. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആണെന്നേ അന്നത്തെ ദിവസം മൊത്തം. അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയായി തിരിച്ച് വീട്ടിലെത്തിയപ്പം കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വേണ്ട ജാനി ഇവിടെ ഉണർന്നിരിപ്പുണ്ട്. എന്താ എന്നെ കൊണ്ടുപോയെന്ന് ചോദിച്ചു. കാര്യം ഞാൻ ഒത്തിരി വട്ടം വിളിച്ചത്, പക്ഷെ ആളെ എണീറ്റില്ലെന്ന് പോയിക്കോളാൻ പറഞ്ഞു. അവൾക്ക് ഉറങ്ങണമെന്ന്. എന്നിട്ടിപ്പോ ഞാൻ കൊണ്ടുപോയില്ലെന്നുള്ള രീതിയിൽ പിണങ്ങിയിരിക്കും ആള്. ഇതിൻ്റെ ഇടയ്ക്ക് ജാനുവിനെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് പുട്ടൊക്കെ കൊടുത്ത് ഞാനും പുട്ട് തിന്ന്. പുട്ടും പഴവുമായിരുന്നു. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാനതെല്ലാം നിന്ന് കഴുകുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ മീൻ മേടിച്ചോണ്ട് വന്നു കേട്ടോ. അമ്മച്ചി ആ മീൻ കൊണ്ടുവന്ന് വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അച്ഛൻ മീൻ മാത്രമല്ലായിരുന്നു ചന്തയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നത്, നല്ല പഴുത്ത മാങ്ങയും മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഇപ്പൊ പിന്നെ മാങ്ങയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് എന്നും മാങ്ങ കാണും വീട്ടില്. മീൻ വെട്ടുന്നത് പിന്നെ എപ്പോഴും അമ്മച്ചി കണ്ട അയിലയായിരുന്നു. കണ്ണൻ അയില അല്ലാത്ത അയില ഉണ്ടായിരുന്നു. അപ്പം അത് വെട്ടാനങ്ങിരുന്ന്. ഞാൻ പിന്നെ പോയി തേങ്ങ തിരികെ വെച്ച് അവിയൽ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒഴിച്ചിറക്കും വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ജോലിയൊക്കെ ഒതുക്കി. ഉച്ചയ്ക്ക് കൂട്ടാൻ അവിയലുണ്ടായിരുന്നു, വാഴക്കയും ചക്കക്കുരു ഇട്ട് ഒഴിച്ചേറി ഉണ്ടായിരുന്നു, പിന്നെ അയിലക്കറി ഉണ്ടായിരുന്നു. ഊണ് സമയപ്പോൾ ചിപ്പി അങ്ങോട്ടൊന്ന് വന്ന്. അന്നേരം പിന്നെ അയിലക്കറി കണ്ടപ്പോൾ അവക്ക് ഇച്ചിരി ചോറ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവക്ക് ഞാൻ ചോറ് വാരി കൊടുത്ത്. ഞാൻ ചിപ്പിക്ക് ചോറ് വാരി കൊടുത്തത് ജാനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ചിപ്പിക്ക് വാരി കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ കാര്യം അവളെ മീൻ കൊടുത്തെന്നും പറഞ്ഞായിരുന്നു. അതിൻ്റെ പേര് വലിയൊരു അടി തന്നെ നടന്നു. പിന്നെ ഞാൻ കുറച്ചു നേരം കട്ടിലയിലൊക്കെ പിടിച്ചെടുത്തി ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് സമാധാനമായി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നുറങ്ങി. ജാനി പോയിരുന്ന് കാർട്ടൂണും കണ്ടു. പിന്നെ വൈകുന്നേരമായി. ഞാൻ കണ്ട് തിണ്ണൊക്കെ ഇറങ്ങി വന്നപ്പോൾ ജാനി മുറ്റത്ത് നിന്ന് ഓരോ കസർത്ത് കാണിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ ഞങ്ങൾ മേലൊക്കെ കഴുകിയിട്ട് ചിപ്പിയുടെ വീട്ടിലോട്ട് പോയി കുഞ്ഞിനെ കാണാൻ.
ഞങ്ങളവിടെ ചെന്നപ്പോൾ അച്ചാമ്മ അവിടെ ഇരുന്ന് നന്നൂനെ കളിപ്പിക്കുമായിരുന്നു. പിന്നെ ജാനി അവിടെ ഇരുന്ന് അച്ചാമ്മയുടെ കൂടെ കളിച്ച് ഞാനും കുറച്ചു നേരം കൊച്ചിനെയൊക്കെ കളിപ്പിച്ച് അവിടെ ഇരുന്ന്. അവർക്കിന്ന് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പഴുത്ത വരിക്കച്ചക്ക. സന്ധ്യയായി തുടങ്ങിയപ്പോൾ ഞാൻ ജാനിയോട് പറഞ്ഞു നമുക്ക് അവിടുത്തെ കായൽവാരത്തിലോട്ട് ചുമ്മാ ഒന്ന് നടക്കാൻ പോവാന്ന്. ചിപ്പിയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോകാറുള്ളത് പതിവാണ് കേട്ടോ. തലേന്ന് രാത്രി പെയ്ത മഴയിൽ അവിടെ മൊത്തം ചെളിയും വെള്ളമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും ചവിട്ടാതെ ഞങ്ങൾ അവിടെ പോയിന്ന് കുറച്ച് നേരം ഇങ്ങനെ വള്ളവും കായലും നോക്കി നിന്ന്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അന്നേരം നിങ്ങൾ ഈ കണ്ടത് എൻ്റെ ജീവിതത്തിലെ സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ അച്ചായും അമ്മച്ചിയും വരും. രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും, വല്ലതും കഴിക്കും, കിടക്കും, അത്ര തന്നെ. ഇപ്പയും കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് 2 ദിവസം ഇരിക്കുമ്പോഴൊക്കെ അങ്ങോട്ടൊന്ന് പോകും. എന്നിട്ട് സന്ധ്യയ്ക്ക് പോയിട്ട് രാത്രിയിൽ ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അന്നേരം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ സ്നേഹം കമൻസുകളിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.